പണിയുണ്ട്, പണിക്ക് പോകും. ഭക്ഷണം കഴിക്കുക, ടിവിയുടെ മുമ്പിലിരിക്കുക, നിരന്തരം ടി വി കണ്ടോണ്ടിരിക്കുക. ആ സ്ത്രീ മടത്തി പോയി ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇറിറ്റേറ്റഡ് ആവും. ഇതിന്റെ കൂടെ നിങ്ങൾ മദ്യപിക്കും കൂടെ ചെയ്യുമ്പോൾ ഇതിനൊക്കെയുള്ള കാശും കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടുന്നു, തർക്കം വഴക്കും ആവുന്നു. അതുപോലെ തന്നെ എനിക്ക് 4 പിള്ളേർ കാണണ്ട. അതായത് ഇവർക്കത് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞുങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ ആങ്ങളമാർ നോക്കിയിട്ടില്ല, അപ്പനും നോക്കിയിട്ടില്ല, ഒരു കുഞ്ഞുങ്ങളും. അതുപോലെ ഞാൻ ഇഷ്ടം പോലെ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് അത് സംഭവിച്ച. സാർ, ഇതാണ് ലില്ലി. കഥകളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ എത്ര വർഷം നിങ്ങൾ അടുപ്പത്തിലായിരുന്നു കല്യാണത്തിന് മുൻപ്? വർഷമൊന്നുമില്ല, ഒരാഴ്ച കണ്ടിട്ടുള്ളൂ. ഒരാഴ്ചത്തെ പ്രണയമാണോ വിവാഹത്തിൽ കലാശിച്ചത്? ഒരാഴ്ച കൊണ്ടാണോ കിണറ്റിലെ ചാടൂന്ന് പറഞ്ഞത്? ഇല്ല, അതൊക്കെ ചുമ്മാ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നുള്ളൂ. സംസാരിക്കാൻ വിജയത്തിന് വേണ്ടിയിട്ട് ആർക്കും എന്തും പറയാമല്ലോ. പക്ഷെ എനിക്ക് അത്ര ഒരു വാരിക്ക് ഒന്നും ഒത്തിരി പറയാനില്ല. ഒത്തിരി ചുരുക്കി ഞാൻ പറയത്തുള്ളൂ. ഒരാഴ്ച അടുപ്പമുണ്ടായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹമാണോ ആവശ്യപ്പെട്ടത്, അതോ ലില്ലിയാണ്? എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലെറ്റർ തന്നു. ആ ലെറ്റർ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്തോ എൻ്റെ അന്നത്തെ പ്രായത്തിൽ എനിക്ക് സഹതാപം തോന്നി. അന്ന് എത്ര പ്രായം ഉണ്ടായിരുന്നു? 20 വയസ്സോട്ടം തോന്നി. കറക്റ്റ് പ്രായം അറിയത്തില്ല. 15 വയസ്സ് വരും. 15 18 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അന്നൊരു സഹതാപം തോന്നി. എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിട്ട് ഇനി ഒരു മനുഷ്യനെ വിഷമിപ്പിക്കണ്ടല്ലോ നിർത്തി. എനിക്ക് അങ്ങനെ ഒരു തോന്നി. ലില്ലി അന്ന് പഠിക്കുമായിരുന്നോ? അല്ല, ഞാൻ ഗവൺമെന്റ് ജോലി ചെയ്തായിരുന്നു. ഗവൺമെന്റിൽ ജോലി ചെയ്യായിരുന്നു. പുള്ളി എവിടെ? പുള്ളി റൈസ് മില്ലിൽ ഓപ്പറേറ്റർ ആയിരുന്നു. അങ്ങനെ കണ്ടു അടുപ്പായതാണ്. അല്ല, പിന്നെ എന്നിട്ട് കിണറ്റി ചാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? ഇല്ല, അങ്ങനെ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. പറഞ്ഞിട്ടില്ല. ഇല്ല, കല്യാണം കഴിക്കാലെന്ന് പറഞ്ഞില്ല, എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലോട്ട് ഇങ്ങനെ എന്റെ കൂട്ടുകാരെല്ലാം എന്റെ കൂട്ടത്തിലുണ്ട്. പിള്ളേർ 10-20 പേരുണ്ട് ഞങ്ങള്. പിന്നെ അവരുടെ കമ്പനി പണിന്നാലും ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും അറിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടാകും. കിണറ്റിലോട്ടൊന്നും ചാടാൻ പോയില്ല. ഒരു പരിചയം എന്തോന്നും ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതാണ് നമുക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഇല്ല. കണ്ടു ഇഷ്ടപ്പെട്ടു എന്നല്ല ഞങ്ങള് അല്ല വേറെ ഒരു ബന്ധമില്ല. ഒരാൾ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് എന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു. അതിനുള്ള സംവിധാനം നമുക്ക് ബാബുവിന്റെ വീട്ടിലെ സ്ഥിതികളൊക്കെ അറിയുമായിരുന്ന? ഇല്ല, ഒന്നും അറിയില്ല. സാമ്പത്തിക സ്ഥിതി പറഞ്ഞു. ഉത്തരവാദിത്വം ജാതി എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. അന്നേരം പുള്ളിയോട് ഞാൻ ചോദിച്ചു ജാതി എന്നാന്ന് ചോദിച്ചു. ഇത്ര എന്റെ സംസാരത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്റെ പേര് ബാബു എന്നാന്ന് പറഞ്ഞു. എന്റെ ഫാദറിന്റെ പേര് ചാക്കോച്ചൻ എന്നാന്ന് പറഞ്ഞു. അമ്മയുടെ പേര് ഏലിക്കുട്ടി എന്നാന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കരുതി ക്രിസ്ത്യൻസ് ആണല്ലോ. എന്നോട് അങ്ങനെ പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് അറിയുന്നത്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ പിതാവിന്റെ പേര് ചോദിച്ചപ്പം പറഞ്ഞു പത്മനാഭൻ മകൻ കൃഷ്ണൻകുട്ടിയുടെ മകൻ ബാബു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹിന്ദു ആണല്ലോ. കൃഷ്ണൻകുട്ടി രജിസ്റ്റർ കല്യാണം എന്ന് പറഞ്ഞു. അതെന്താ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കഴിച്ചതാ? കരാർ എഴുതിയിട്ട്? കരാർ കല്യാണമാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹമല്ല. അപ്പോ നിങ്ങളുടെ അപ്പനും ഇതൊക്കെ വന്നിരുന്നു? കേസ് കൊടുത്തു. ഇവരുടെ കമ്പനിക്കാർ കേസ് കൊടുത്തു. ഞങ്ങളുടെ കമ്പനിക്കാർ കേസ് കൊടുത്തു. ഞങ്ങൾ ക്രിസ്ത്യാനികളായവർ, അവർ മുസ്ലിം ആയിരുന്നു ഇവരുടെ. അന്നേരം കേസ് കൊടുത്തു. ഞങ്ങളുടെ കമ്പനിക്കാർ പെണ്ണുങ്ങളെ അടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞോണ്ട് പോലീസ് മുസ്ലിം ഇവരുടെ കമ്പനിയിലെ അങ്ങനെ അങ്ങോട്ടൊക്കെ. ഇവരുടെ കമ്പനിയിലെ ഓണർ മുസ്ലിം ആയിരുന്നു. അതായത് പ്രൈവറ്റ് കമ്പനിയുടെ. ഞങ്ങളുടെ അതായത് ക്രിസ്ത്യാനി. ഇവര് 2 കൂട്ടരും കോമ്പറ്റീഷൻ ഉണ്ട്. കമ്പനിയുടെ ആളിനെ പെണ്ണിനെ കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്തു. പോലീസ് വീട്ടിൽ ചെന്നു, എന്റെ വീട്ടിൽ ചെന്നു. അവര് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചോണ്ട് പോകും. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചാച്ചന്റെ പെങ്ങളുടെ മകനും ചാച്ചനും വന്ന് പറഞ്ഞു. ഇപ്പോഴത്തേനും എല്ലാം ഇവിടെ സെറ്റിലാക്കി വെച്ച് വരും. പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയായിപ്പോയി. പിന്നെ അവര് രജിസ്റ്റർ മാത്രമേ അവർക്ക് നിർവാഹമുള്ളൂ. അങ്ങനെയാണ് കല്യാണം നടന്നത്. അല്ല, അപ്പൊ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടുകാർ ഇയാളെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല? ഒറ്റ രാത്രി കൊണ്ടുള്ള പരിപാടി. ഒരു 3 മണിയായപ്പോ എന്റെ വീട്ടിൽ ചെന്ന് ഇടുക്കിയില് ഇവര് വണ്ടിയും വിട്ട്. അന്നേരം അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു പെരുമ്പാവൂർ വേറെ സ്ഥലത്ത്. അവരുടെ വീട്ടിൽ ചെന്നപ്പോ അച്ഛനും അമ്മയൊക്കെ നല്ലോണം സ്നേഹമായിട്ട് പെരുമാറിയോ? കുഴപ്പമില്ലായിരുന്നു. ലില്ലിക്ക് എങ്ങനെയായിരുന്നു അവരോട്? ആരാടാ? അവരുടെ അച്ഛനും അമ്മോടൊക്കെ ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആക്കിയപ്പോ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ, മുറ്റം അടിക്കുവാണെങ്കിൽ, ഞാൻ മുറ്റം അടിച്ച് മാറുവാണെങ്കിൽ അന്നേരം ഞാൻ അടിച്ചിട്ട് മാറുന്ന സമയത്ത് ബാബുവിന്റെ അമ്മ വന്ന് പറയും ഒന്നുകൂടെ അടിക്കും.
അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ തന്നെ പോലെ ഞാൻ മിറ്റടിച്ചിട്ട് ഇനി അത് വൃത്തിയാകാത്തോണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒന്നുകൂടെ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ സാരമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാം മാറിയിടുന്ന തുണിയെല്ലാം ഞാൻ അലക്കിയിടും. അലക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അലക്കി ഇങ്ങനെ വിരിച്ചിട്ട് കഴിയുമ്പോൾ ബാബുവിന്റെ അമ്മ വന്ന രണ്ടാമത് ഒന്നുകൂടെ സോപ്പിടും. അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി പോയി. ഞാൻ ചെയ്യുന്ന ജോലികൾക്കെല്ലാം വൃത്തിയില്ലാത്തോണ്ട് എന്നെ ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ല, ആഹാരം കാര്യങ്ങളും ഒക്കെ എല്ലാം നല്ലോണം കരുകുകയും നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആഹാരത്തിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ അടുക്കള കറി ഒക്കെ ചെയ്യുമോ? ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എപ്പോഴാ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യക്കുറവുണ്ടായി? താല്പര്യം കഴിഞ്ഞാൽ വെള്ളം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാബു കാണിക്കണമെന്ന് ബാബുവിന് പോലും അറിയത്തില്ല. പിന്നെ ഉപദ്രവമാണ്. പിന്നെ പ്രസന്റ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് എറിയുക, നശിപ്പിക്കുക, ഉപദ്രവിക്കുക എന്നുള്ളൊരു ഭാഗം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൊത്തത്തിലൊരു ദേഹോപദ്രവം ചെയ്യും. അങ്ങനെയാണ് ഇവരെ വീട്ടിൽ നിന്ന് 2 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് അളന്ന് പുറകോട്ടൊരു ഷെഡ് വെച്ച് നിങ്ങളുടെ ശല്യം സഹിക്കാൻ 3-4 വർഷം അങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു പറ്റത്തിലോട്ട് ജീവിക്കാൻ വേണ്ടി. കാര്യം ഞാൻ ചെയ്തൊരു തെറ്റ് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ച് എനിക്ക് സ്ഥലം എന്തെങ്കിലും വീട് തന്നാൽ ചാച്ചൻ എനിക്കൊരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു കൊച്ചു പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അവിടേക്ക് പോകുമ്പോ ഇനി തുടർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ധാരണയിലാണോ പോയത്? ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയതാണ്? ഞാൻ മടുത്തിട്ട് പോയതാണ്. എല്ലാ രീതികളിലും കൂടി ഞാൻ മടുത്തു. ഞാൻ പരമാവധി സഹിച്ചു നോക്കി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ ബാബുവിനെ വിളിച്ചു. ബാബുവായിട്ടും ഞാൻ അവിടെ താമസിച്ചു. നിങ്ങൾ വിളിച്ചാണോ ബാബു? ഞാൻ വിളിച്ചതാ ബാബു വന്നത്. കാരണം ഞാൻ ചെയ്ത തെറ്റിന്റെ പരിഹാരം ഞാൻ തന്നെ അനുഭവിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അവിടെ പറഞ്ഞു ഒന്നിച്ച് താമസിക്കാൻ വരാൻ പറഞ്ഞു. അവിടെ വന്നാലും മാറ്റം വരുന്നത്. പക്ഷെ ഒന്നിനൊന്നിനെ വർദ്ധിക്കുമായിരുന്നു കൂടി. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പുള്ളി കാണിക്കുന്ന എന്നാണെന്ന് അറിയത്തില്ല. അവിടെ വന്നപ്പോ ഈ നാത്തൂമാരുമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന പ്രശ്നമാണോ നിങ്ങളുമായിട്ടുള്ള പ്രശ്നമാണോ? എന്റെ നാത്തൂനോ? ഇദ്ദേഹം ഇപ്പൊ അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോണ്ടിരുന്ന് അവിടെ വീട് പണിക്ക് വേണ്ടി ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടപ്പോ ലില്ലിയുടെ ആങ്ങളയുടെ ഭാര്യയായിട്ട് ലില്ലിക്ക് പ്രശ്നമായിട്ട് അവിടുന്ന് മാറി വാടകയ്ക്ക് താമസിക്കുമായിരുന്നു എന്നുള്ളതാണ്. ബാബു അവിടെ താമസിക്കാൻ വരുമ്പം എനിക്ക് നാത്തൂനില്ല, 2 നാത്തൂന്മാരും. അവർ പാലായിലാണ് താമസിക്കുന്നത്. ഏറ്റവും ഇളയ ആങ്ങളെ ബാബു വന്നു കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ അവന് 8 മാസമുള്ളൊരു കൊച്ചും 2 വയസ്സുള്ള കൊച്ചും 3 വയസ്സുള്ള കൊച്ചും ഉണ്ട്. അപ്പോൾ ബാബു അവിടെ വരുമ്പം ആ ഏറ്റവും ഞങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞ പിന്നെയാണ് അവൻ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇദ്ദേഹം കുടിച്ചിട്ട് വന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോൾ ചട്ടിയൊക്കെ എടുത്ത് എറിയുന്ന ഒച്ച കേൾക്കുമ്പോൾ വീട് അടുത്താ. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ എത്തുകഴിഞ്ഞ് നോക്കുമ്പോൾ തെറിയും അടിയും കാണുമ്പോൾ സഹോദരങ്ങൾ അവരൊത്തിരി എന്തോരം സഹിക്കുന്നത്. എന്നെ ഉത്തരിക്കുന്ന എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊരു വാടക വീടെടുത്ത് ഇവരുടെ അടുത്ത് ഇച്ചിരി മാറി താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാടക വീട് കിട്ടി. അവിടെ 8 വർഷം ഞാൻ ഇദ്ദേഹമായിട്ട് താമസിച്ചു. ഞാൻ ജോലി ചെയ്യും, പറമ്പിൽ ജോലി ചെയ്യും. ഞാൻ പൈസ കൊണ്ട് കയ്യിലോട്ട് കൊടുക്കും. കയ്യിൽ കൊണ്ട് കൊടുത്ത് ഒരു ദിവസം പുള്ളിക്കൊരു 500 രൂപ വേണം. അത് തടിയമ്പാടെന്ന് പറയുന്നത് 500 രൂപ 40-40 രൂപയുടെ സിഗരറ്റും ബീഡിയും വേണം ഒരു ദിവസം. അത് മദ്യം കുടിക്കും, നന്നായിട്ട് മദ്യം കുടിക്കും. ഇറച്ചിയും മീനില്ല പോലും ഭക്ഷണം കഴിക്കത്തില്ല. ഇതെല്ലാം ഞാൻ ഒരൊറ്റ ഒരാള് ഈ പറമ്പിൽ കിടന്ന് പണിത് കഴിഞ്ഞാൽ 200 രൂപ അന്നേരം കൂലിയുള്ളൂ. ഇപ്പോഴാണല്ലോ അത്ര. ഇപ്പം 250 രൂപ കൂലിയുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരിയും പാടുപെട്ടു. അത് കഴിഞ്ഞാണ് പിന്നെ മഠത്തിൽ പറമ്പിൽ പണി കുറഞ്ഞപ്പോൾ മഠത്തിൽ പണിയാൻ തൊട്ടടുത്തൊരു മഠമുണ്ട്. ആ മഠത്തിൽ ഞാൻ പണിയാൻ പോകുമായിരുന്നു. ഒരു മാസം 6000 രൂപ ശമ്പളം. 6000 രൂപയ്ക്ക് അകത്തുനിന്ന് എനിക്ക് ഇഷ്ടംപോലെ കടബാധ്യതകൾ പുള്ളി തന്നു. അങ്ങനെ പുള്ളി ഒരു ദിവസം പറഞ്ഞു എനിക്ക് ആലപ്പുഴയ്ക്ക് പോകണം, കച്ചി ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു നല്ലൊരു പണിക്ക് പോകുവാണെങ്കിൽ പോയി രക്ഷപ്പെട്ടെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മഠത്തിൽ നിന്ന് പൈസ 6000 രൂപ മേടിച്ചു കൊടുത്തു. പിന്നെ അവിടെ അടുത്തൊരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തൊരു മോതിരം 2 ഗ്രാമിൻ്റെ ഒരു മോതിരം മേടിച്ചു പണയം വെച്ച്. പിന്നെ വേറൊരു ചേട്ടനോട് അത് ബാബു തന്നെ മേടിച്ചിട്ട് പോയി 3000 രൂപ അങ്ങനെ മേടിച്ചിട്ട് പോയി. ആ ബാധ്യതകളെല്ലാം എൻ്റെ തല വെച്ചിട്ട് ലാസ്റ്റ് ബാബു കച്ചിപ്പണിയും കഴിഞ്ഞ് വരുവാന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പം 10ൻ്റെ നയ്യാ പൈസ ഇല്ല. ബാബു വന്നെന്ന് അറിഞ്ഞുകൊണ്ട് കടബാധ്യതകാരെല്ലാം വീട്ടിൽ വരുന്നു. ഞാൻ പിന്നെ അത് കടങ്ങളെല്ലാം വീട്ടി. എങ്ങനെയാലും ഒരു 25,000 പൈസ ഒന്നും കിട്ടിയില്ല ബാബുവിന്. എന്താ അവിടെ ഈ കച്ചിപ്പണി ചെയ്തതിന്റെ ഇതൊന്നും ഇല്ല. അത് പുള്ളി പോയില്ല. അഥവാ വല്ലപ്പോഴും പോയി കുടിക്കുന്നാ എന്നോട് അദ്ദേഹത്തിന്റെ അമ്മയും അപ്പനും വിളിച്ചു പറയുമ്പോൾ പറയുന്നത് കുടിയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല, ലില്ലി കൊണ്ടുപോക്കോ മടുത്തു എന്ന് എന്നോട് അവർ വിളിച്ചു പറയും. അത് കഴിഞ്ഞ് ഇപ്പം അച്ഛന് വയ്യാതായി. അച്ഛൻ മറ്റേ അച്ഛൻ്റെ കാലിങ്ങനെ, പിന്നെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഒക്കെ ആയിട്ടിരിക്കുക. ഇപ്പോൾ ആരും ഇല്ലെന്നറിഞ്ഞു. ഇപ്പം നോക്കണമെങ്കിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഇത് ഞാനേ ഉള്ളൂ. അതിനാണ് എന്നെ ഇവര് വിളിക്കുന്നത്. ഇടിയും ചവിട്ടും തൊഴിയും കൊണ്ട് ഞാൻ മടുത്തു പോയതാ. എനിക്കിനി ഒരുമിച്ച് ഒരു ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കൂലിപ്പണി ചെയ്താലും ഞാൻ ആ കൊച്ചിനെ വളർത്തി ഞാനിങ്ങനെ സ്വസ്ഥമായിട്ട് കുറച്ച് നാളും കൂടെ എങ്കിലും ജീവിച്ചോട്ടെ എന്ന് എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ. കൊച്ചിനെ ഞാനില്ല ഇത്ര നാൾ വളർത്തിയത്. സംശയരോഗം ഉണ്ട്. ഞാൻ 10 വയസ്സിന് മേളിലോട്ട് ഒരു പിള്ളേരോടോ ആരോടും മിണ്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് സംശയം. അതുപോലെ തന്നെ ഒരു പെൺപിള്ളേരോട് മിണ്ടി കഴിഞ്ഞാൽ പുള്ളി, പെണ്ണുങ്ങളോട് മിണ്ടി കഴിയുമ്പോൾ പുള്ളി വയ്ക്കുന്നത് എന്നാ കുറ്റം പറയുമെന്ന്. എന്തോ കുറ്റം പറയാം. ഞാൻ ആരോടും ഒരു കുറ്റങ്ങളും പറയാറില്ല. പിന്നെ എപ്പോഴും സംശയം. എനിക്ക് ഒരു മനുഷ്യനോട് ആണെന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങളോട് എനിക്ക് മിണ്ടാൻ ഒക്കത്തില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ മിണ്ടായിരിക്കണമെങ്കിൽ ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. എനിക്ക് ചിലന് വരുവാണെങ്കിൽ ശരി, ഞാൻ പുറത്തിറങ്ങുന്നില്ല, ആരോടും മിണ്ടുന്നുമില്ല. പക്ഷെ എനിക്ക് വേറെ സംശയരോഗത്തിന്റെ കൂടെ ഈ ലഹരി, സിഗരറ്റും ബീഡിയും മദ്യവും ഇറച്ചി ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ. അല്ല അതല്ല ബേസിക് ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ളത് പറയില്ലാതെ പുറത്തു വരും. സിഗരറ്റും ബീഡിയും മദ്യം ഇതൊക്കെ നുണയായി പറയുന്നത്. ഞാൻ എൻ്റെ കൂടെ അതായത് 19 വർഷക്കാരൻ ജീവിച്ച 97 ഫെബ്രുവരി 12 ഞാൻ അവിടെ വിവാഹം കഴിച്ച. ഞാൻ കൂലി ഒരു പണിക്ക് അവിടെ വിട്ടിട്ടില്ല. ഇവിടെ ആലപ്പുഴ താമസിച്ചുകൊണ്ടിരുന്നു, ഒരു പണിക്ക് ഞാൻ വിട്ടിട്ടില്ല. ഇവിടെ എന്നെ കൂട്ടി ഇടുക്കി ചെന്ന് ഞാൻ ചെയ്യാത്ത പണി വരെ ചെയ്ത് നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഇരുന്ന് നല്ല ഇതായിട്ട്. പണിക്കൊന്നും വിട്ടിട്ടില്ലല്ലോ അപ്പോഴൊന്നും. പണിക്ക് വിട്ടിട്ടില്ല. എനിക്ക് സുഖമായ ഭക്ഷണം തരുമായിരുന്നു മേഡം. ഞാൻ പോകില്ല ഒരു സ്ഥലത്ത്, ഞാൻ അവസാനം നാണം കേട്ട ഞാൻ എല്ലാ വീടുകളിൽ കൂടെയും കൂലിപ്പണി വരെ ചെയ്തു. അത് എല്ലാവരെയും കൊണ്ട് ഞാൻ ഇപ്പൊ എന്റെ മോൻ തന്നെ വന്നിട്ടുണ്ട്, എന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. ഞാൻ നുണ പറയുന്നതാണെങ്കിൽ എന്റെ മോനെ വിളിച്ചു. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് വയ്യാഴിക വന്നു കാണും. നിങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ ജോലിക്കൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അദ്ദേഹം അധ്വാനിച്ചാണ് കുടുംബം നോക്കിയിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടത്തിലെ പണി, നെല്ലിന്റെ പണി എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ പൂവത്തെന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്നിട്ട് അവിടെ അടുത്തൊരു ചേച്ചിയോട് എനിക്ക് പണി അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും പട്ടിണിയും കിടന്ന് ഞാൻ ഒരു ഘട്ടം സോപ്പ് മേടിക്കാൻ എനിക്ക് നിർഭാഗമില്ലാത്തതിന്റെ പേര് ഞാൻ അയലോക്കുന്ന ഒരു ചേച്ചിയോട് 7 രൂപ അന്ന് പൂവത്ത് വണ്ടിക്കൂലി, ആ വണ്ടിക്കൂലി മുടക്കി അവിടെ അടുത്ത് പോയ ചേച്ചിമാർ കൊടുത്ത് ഞാൻ പോയി. ഞാൻ 3 ദിവസം പോയി. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ മുഴുവൻ പറിച്ചു വെക്കുന്നത് മുഴുവൻ നെല്ല്. അത് കഴിഞ്ഞ് അവർ ശ്രദ്ധിച്ചില്ല, മുതലാളി കണ്ടത്തിന്റെ മുതലാളി ശ്രദ്ധിച്ചില്ല. 3-ാമത്തെ ദിവസം എന്നെ പിടികൂടി. ഇതാരെ നെല്ല് പറിച്ചു വെച്ചെന്ന് പറഞ്ഞു. അന്നേരം ബാബുവിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് ഇത് പറിച്ചില്ല എന്ന് പറഞ്ഞു. എന്നെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു എവിടെ നാടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടുക്കിയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പൈസയുടെ ആവശ്യം കൊണ്ട് പണിക്ക് വന്നതായതുകൊണ്ട് 4 മണി വരെ നിന്നു. പക്ഷെ പറിച്ചു വെക്കുന്ന മുഴുവൻ നെല്ല്. എനിക്കറിയത്തില്ല കളയത് നെല്ലൊന്നും എനിക്കറിയത്തില്ല. അതിന്റെ പേരിൽ പണിയെടുക്കും, ഇങ്ങനെയും ജീവിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് പോയതാണ്. പക്ഷെ അന്നേരം അദ്ദേഹം കുടിക്കും, ഇഷ്ടംപോലെ കുടിക്കും. ഞാൻ ഈ മൂത്ത കൊച്ചിനെ ഗർഭിണി ആയിരുന്നപ്പം 7 മാസത്തിലുണ്ടാകും. കാരണം ഉപദ്രവത്തിന്റെ കൂടുതലുകൊണ്ട് 7-ാം മാസത്തിൽ ആ കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാനും കൊച്ചും മരിച്ചു പോകുന്നു ഡോക്ടർ. അതുപോലെ എനിക്ക് ശരിക്കും അധ്വാനം വീട്ടിനകത്തുണ്ടായി. വീട്ടിനകത്ത് എന്ത് ചെയ്താലും കുറ്റമുള്ളൂ. ഇവരെല്ലാവരും കുറ്റം പറയും. എല്ലാവരിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് 4 പ്രസവം ഒരു കുഞ്ഞുങ്ങളെ സഹായിക്കാണ് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഈ നുണയെന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് അവിടെ ആൾക്കാർ പോലും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചിയാണ് ആശുപത്രി വരെ 28 ദിവസമാണ് ഈ ബിനു 9 മാസത്തില് ഇവരുടെ ഉപദ്രവം കൊണ്ട് സത്യമായിട്ടും ഞാൻ കള്ളത്തരം എന്നാണ് പറഞ്ഞ് ഞാൻ പറയുന്നതല്ല. ഇവരെല്ലാം എന്നെ ഇവര് കൂടുമ്പോ ഇവരെല്ലാരും ഒന്നാകും. ഈ പറയുന്ന അമ്മയൊക്കെ ഒറ്റ കൈയായിട്ട് ഒന്നിച്ച് ബാബുവിന്റെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടാന്ന് പറഞ്ഞു. അവളെ ഈ മതയാനിക്ക് തീറ്റാൻ കൊടുത്തോണ്ട് നീ അല്ലാതെ വെച്ചോണ്ടിരിക്കുവന്ന് പിടിച്ച് കാട്ടിക്കൊണ്ട് വിടാൻ. ഒരു ദിവസം പോലും കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ച കഞ്ഞി ഞാൻ വലിയ കാര്യത്തിന് ആഗ്രഹിച്ച് വെക്കും, ചോറും കറിയും എല്ലാം വെച്ച് വെക്കും. വിശപ്പ് സഹിക്കാൻ വയ്യാതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത വീട്ടിലെ പോയി ഭക്ഷണം ചോദിച്ച് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഈ 2-ാമത്തെ കൊച്ച് മരിച്ചുപോയി, മരിച്ചു പോയത്. കാരണം എനിക്ക് നല്ലോ കുനിയാനെന്ന് പറയാനൊന്നും മേലെ. ഞാൻ ആറ്റിൽ പോയി വെള്ളം എടുത്തോണ്ട് വരും. ജനിച്ചതിന് ശേഷം മരിച്ചാണ്. ജനിച്ചതിന് ശേഷം മരിച്ചാണ് പറഞ്ഞു. ബെഡ് റെസ്റ്റ് അനങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൂത്ത കൊച്ചുണ്ടാകുമ്പോഴും അനങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവരെല്ലാവരും ഇങ്ങോട്ട് പോയാലും എല്ലാ തുണി അലക്കി വീട്ടിലെ സർവ്വത്ര ജോലിയും ചെയ്യും. പക്ഷെ എല്ലാവരും കുറ്റം പറയും. പക്ഷെ എന്നാലും ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നാലും ശരി കുടിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വസ്ഥതയില്ല. വെച്ച കഴിഞ്ഞ് കുടിപ്പിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഒരു വല്ലാത്ത തണുപ്പ് പോലെ എനിക്ക് തോന്നി. കിടന്നുറങ്ങുക, ഞാൻ നല്ലപോലെ ഉറങ്ങുക, തണുപ്പ് പോലെ തോന്നിയപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിച്ചു. അന്നേരം എൻ്റെ കൈ കൂടെ വീഴ്ത്ത. അപ്പോൾ അങ്ങനെ എന്നെ എല്ലാവരും വാരിക്കോരി ആശുപത്രിയിലും എല്ലാം കൊണ്ടുപോയി ചെന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ കൊച്ചു ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്തില്ല എന്നല്ല അവർ പറയുന്നത്. എല്ലാവരും ചെയ്തതൊക്കെ ചെയ്താന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഉപദ്രവത്തിന്റെ കൂടുതൽ കൊണ്ട് മാത്രം ഞാൻ പിരിഞ്ഞു പോയത്. അല്ലെങ്കിൽ എന്നെ ഞാൻ പരമാവധി നോക്കി ഒന്നിച്ച് ജീവിച്ചു പോകുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ 18 വയസ്സുള്ള കൊച്ചുണ്ട്. ആ കൊച്ചും ഈ ഭാഗം കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മകനുമായിട്ട് പ്രശ്നം. എന്നോട് പറഞ്ഞു അമ്മ ഇപ്പം പറഞ്ഞതിന് 6 വയസ്സ് തുടങ്ങിയ കലാപമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇന്നും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ +1 പഠിച്ച് നിർത്തിയത്? നിങ്ങൾ പിണങ്ങി കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോയി തൊട്ടടുത്ത പള്ളിക്കുടത്തിൽ പോകുമായിരുന്നു. +1 പോയി നല്ല മാർക്കോട് വിജയിച്ചു. അത് കഴിഞ്ഞ് കൊച്ചൊരു ദിവസം TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെ വൈകുന്നേരം 5 മണിയായപ്പം സ്കൂൾ വിട്ട് വന്ന്. അങ്ങനെ ഈ പുള്ളി തടിയമ്പാട് പോയി വെള്ളം കുടിച്ചേച്ച് വന്നു കഴിഞ്ഞപ്പം പുറകെ നിൽക്കുന്ന ഈ കൊച്ചു കണ്ടില്ല. കൊച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം TV ഓഫാകും. കൊച്ചു കണ്ടില്ലായിരുന്നു. അന്നേരം കൊച്ചു പറഞ്ഞു ഒന്ന് ചുമച്ചു കഴിയുമ്പം കൊച്ചു തിരിഞ്ഞു നോക്കിയപ്പം ബാബു പറഞ്ഞിരിക്കുന്നു. അന്നേരം കൊച്ചു പറഞ്ഞു ചുറ്റിക എടുത്തിട്ട് പോയി പരിക്കാത്ത ചുറ്റിക. അപ്പോൾ കൊച്ചു അതുമല്ല ബാബിനെ കൊല്ലാൻ അത് എടുത്ത് ചുറ്റി എടുത്തു കൊടുത്തു. പുള്ളി ആ ചുറ്റിയെ മേടിച്ചിട്ട് ആ TV 5-8 കഷ്ണമായിട്ട് ആ ചുറ്റിയെ മേടിച്ച് അടിച്ച് പൊട്ടിച്ച് TV അടിച്ചു
ദേഷ്യം ടി വി അതായത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക അവനോട് ഞാൻ TV കാണരുതെന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷ ഇതാണോ പരിഹാരം? ഇത് അല്ല, അതിനിതാണോ പരിഹാരം എന്നാണ് ചോദിക്കുന്നത്. ടി വി ഇരിക്കുന്നതുകൊണ്ടല്ലേ TV കാണുന്നത്. TV അടിച്ചു പിടിച്ചു അത് പോട്ടെ, പിന്നെ ഞാൻ മേടിച്ചു തരാമാനെന്ന് പറഞ്ഞു. നമുക്ക് സാലം മാനെ നമുക്ക് മേടിക്കാന്ന് പറഞ്ഞു. കൊച്ചിനെ സമാധാനിപ്പിച്ചു. അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ തൊട്ടടുത്തൊരു വീട്ടില് ഈ പറഞ്ഞു പള്ള വെട്ടുന്ന ഒരു ജോലി. അപ്പോൾ എന്നെ വിളിച്ചു. ഞങ്ങൾ 3-5 പെണ്ണുങ്ങൾ കൂടി പണിക്ക് പോയതായിരുന്നു. പണിക്ക് പോയി 4 വീട്ടിൽ പണിയെല്ലാം കഴിഞ്ഞു വന്നു. വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ 500 രൂപ എന്നോട് ചോദിച്ചു, പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് അന്നേരം 500 രൂപ എടുത്തു കൊടുത്തു. കുടിച്ച് അന്ന് വൈകുന്നേരം തടിയമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് കുടിച്ചേച്ച് വന്നു വെച്ചിട്ട് കൊച്ചിനെ മാത്രം കഥ കടച്ച് പരിക്കാത്തിടും. എന്നെ അടിച്ച് പുറത്തിറക്കി. അപ്പോൾ എന്നതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നത്തെ പോലെ ഞാൻ ഒരിക്കലും എൻ്റെ ഡ്രസ്സ് അലക്കി അലമാരിക്കകത്ത് വെച്ചിട്ടില്ല. അന്ന് ഞാൻ ഒരിക്കലും ചെയ്യാത്ത ജോലി ചെയ്ത് എല്ലാം ചെയ്ത് അലമാരി നിറച്ച് എൻ്റെ ഡ്രസ്സ് മൊത്തം മടക്കി വെച്ചു. എന്നെ പുറത്തിറക്കി വിട്ടേച്ച് പുള്ളി അലമാരിക്കകത്ത് തുണി മൊത്തം തൂത്ത് വാരി താഴ്ത്തിട്ടേച്ച് ലൈറ്റർ അടിച്ച് ഞാൻ കത്തിച്ചു. അപ്പോൾ എനിക്ക് പുറത്ത് വന്നപ്പം ഒരു മണം, പ്ലാസ്റ്റിക് വയ്ക്കുന്ന മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പേടി. കൊച്ചിനെ കത്തിക്കുന്ന നേരത്തെ ഞാൻ പുറത്ത് കിടന്ന് അലറി. എനിക്ക് മുറ്റത്തുനിന്ന് സമാധാനമില്ല. അപ്പോൾ കഥ കണ്ട് തുറക്കുന്നില്ല. അപ്പോൾ കൊച്ചു ജനലിൽ കൂടെ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയുടെ ഡ്രസ്സാണ് കത്തിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനം, എൻ്റെ തുണിയല്ലേ കത്തുന്നുള്ളൂ, കൊച്ചിനോട് കുഴപ്പമില്ലെന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു 3-3:30-4 മണിയായപ്പോൾ കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ കൊച്ചു കഥ തുറന്നു ഞാൻ നോക്കിയപ്പം എനിക്ക് പിറ്റേ ദിവസം ഇടായിട്ട് പണിക്ക് ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഡ്രസ്സ് പോലും എനിക്കില്ല. ഞാൻ ഇട്ടുകൊണ്ട് നിന്ന ഡ്രസ്സിൽ തന്നെ 3 മണിയായപ്പം ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും ഞാൻ മടത്തി ജോലിക്ക് വന്നു. അപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ചു, ലില്ലി ഇന്നലെ കുളിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്റർ ഞാൻ കുളിച്ചില്ല. എന്നാന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞു, എനിക്ക് അന്നേരം കാര്യമൊന്നും പറഞ്ഞില്ല, ഡ്രസ്സ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കുളിച്ചില്ല, എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു പറഞ്ഞു. ഞാൻ എളുപ്പം പോയി കുളിക്കാൻ പറഞ്ഞു. എളുപ്പം കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടുന്ന് സിസ്റ്റർ എനിക്ക് ചുരിദാറും എടുത്ത് തന്ന് എന്നെ കുളിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ സിസ്റ്റർ ചോദിച്ചു, കാര്യമെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വീട്ടിൽ നിന്ന് തുണി കൊടുക്കാനില്ലെന്ന് പറഞ്ഞു. സംഭവം അന്നേരമാണ് ഞാൻ സിസ്റ്ററിനോട് പറയുന്നത്. അത് കഴിഞ്ഞ് അവരും എല്ലാവരും ഡ്രസ്സൊക്കെ മേടിച്ച് എന്നെ തന്ന് സഹായിച്ച് ഒരു മാസത്തോളം. എന്തിനായിരുന്നു അത് ചെയ്ത കാര്യം? കാര്യമൊന്നുമില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംശയം. ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരെങ്കിലും ആണുങ്ങളുള്ള വീട്ടിലുള്ള കഴിക്കാത്ത സമയത്ത് എങ്ങനെ ദേഷ്യം ഉണ്ടെന്നുള്ളൂ. സ്നേഹമുണ്ട്. പക്ഷേ എന്തായാലും നമ്മളിപ്പോ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കുറവാണെങ്കിലും എടുത്തെറിയും. ദേഷ്യം ഉണ്ടെങ്കിലും നമുക്ക് അന്നേരം കുഴപ്പമില്ല. ദേഷ്യമുണ്ട്, പക്ഷെ ഉപദ്രവിക്കാൻ വരികയില്ല. മദ്യപിച്ചില്ലേലും സംശയം എപ്പോഴും ഉണ്ട്. അന്ന് ഞാൻ വരുമ്പോ എന്റെ തന്തയ്ക്ക് വിളിച്ചു, എന്റെ തള്ളയ്ക്ക് വിളിച്ചു. വിഷം ഉണ്ടാക്കാം മനഃപൂർവ്വം. നാക്കെന്ന് പറഞ്ഞാൽ എന്നാ നാക്കാന്നും പറഞ്ഞ ഭയങ്കര നാക്കാണ്. എന്തിനാ വെറുതെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്നത്? എനിക്ക് ഓരോ വിഷയം പറഞ്ഞു തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. ഒരു വിഷയം പറയൂ. എന്തേലും വീട്ടിലെ എന്തെങ്കിലും കാര്യം ചെറിയ ഉള്ളിൽ പ്രശ്നങ്ങളായിരിക്കും. അല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ കുറെ സമയം തന്നില്ലേ? നിങ്ങൾ ഒരു ഇഷ്യൂ പോലും പറഞ്ഞില്ല. അപ്പൊ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായെന്ന് ലില്ലി പറഞ്ഞു. നിങ്ങൾക്ക് അറിയ പോലുമില്ല എന്താ കാര്യം എന്നുള്ളൊരു നിലപാടിലാണ് നിങ്ങൾ പറഞ്ഞത്. ടി വി തല്ലിപ്പൊളിച്ചപ്പോഴാണോ അവര് ഇത് പറഞ്ഞത് നിങ്ങളോട്? അല്ലല്ല, പിന്നെ ടി വി തല്ലിപ്പൊളി ഞാൻ കൊച്ചന്റെ പഠിത്തത്തിന്റെ വിഷയത്തിന് ഞാൻ മേടിച്ചു. പിന്നെ രണ്ടാമത് ഞാൻ ടി വി പിന്നെ ഞാൻ തന്നെ മേടിച്ചു വെച്ചു. ഇപ്പൊ 3 വർഷമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു അല്ലേ? 3 വർഷമായിട്ട്. ഈ 3 വർഷത്തിനിടയ്ക്ക് നിങ്ങളെ വിളിക്കാനോ താമസിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ അദ്ദേഹം? വരണമെന്നൊക്കെ പറഞ്ഞു. ഒന്നിച്ച് താമസിക്കണം, വരുവാന്നൊക്കെ പറഞ്ഞു. ഫോൺ വിളിക്കും, കൊച്ചിനെ വിളിക്കും. അത് കഴിഞ്ഞപ്പം അന്നേരം പുള്ളി അന്വേഷിക്കുന്നത് പുള്ളി ഒരു 30,000 രൂപ കടം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കടബാധ്യത. അത് ഞാൻ വീട്ടിയോന്നറിയാതെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിടികൂടും. അതെല്ലാം ഞാൻ വീട്ടിൽ, കാരണം ആൾക്കാർ വീട്ടിൽ ചോദിക്കുമ്പോൾ നടക്കടാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പൈസ എല്ലാം പണി ചെയ്ത് വീട്ടിൽ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവരെ വാടക വീട്ടുകാർ പറഞ്ഞു, നിങ്ങളൊന്ന് മാറണം, ഞങ്ങൾക്ക് ആ വീട് പൊളിക്കാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു സെമിനാറിൽ ഇപ്പം ജോലി ചെയ്യുന്നത്. കുട്ടി ഇപ്പം എവിടെ താമസിക്കുന്നത്? ഇപ്പം ഞാൻ സെമിനാറിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അച്ഛന്മാർ എനിക്ക് ഒരു ചെറിയ വീട് വാങ്ങിച്ചു തന്നു. ഒത്തിരി അടുത്തല്ല, ഇച്ചിരി അകലായിട്ട് അവര് വാങ്ങിച്ചു തന്നതിന്റെ പേരിൽ ഇപ്പൊ അതിനകത്ത് ഞാൻ താമസിക്കുന്നു. എന്റെ ശമ്പളത്തിൽ നിന്ന് അവർ പിടിക്കുന്നുണ്ട്, മാസം തോറും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ മോനെ ഇനി പഠിക്കാൻ വിടുന്നില്ലേ? ഇപ്പം പഠിക്കാൻ പോകണം ഞാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, അമ്മ ഞാൻ ഇനി പഠിക്കുന്നില്ല, ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കും. ഇപ്പം പുള്ളി അതിനകത്ത് എന്ത് ചെയ്യാൻ മാറുമല്ലോ. ഇപ്പം ഞാൻ ഒത്തിരി പറഞ്ഞു മാറുവാന്. ടച്ച് പോയി പിള്ളേർക്ക് ആ ഒരു മാനസികമായിട്ടുള്ള. അവൻ ലില്ലി, ഞാൻ ചോദിക്കട്ടെ, ഇയാള് കുറച്ച് എന്താ പറയുക, നമുക്ക് പഴയ രീതിയിൽ നിന്ന് കുറെ മാറ്റം ഉണ്ടാവും എന്ന് കണ്ടാൽ ലില്ലിക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ പല പ്രാവശ്യം ഈ 16 വർഷം ഞാൻ പല രീതി കൊണ്ടും പുള്ളിയെ എങ്ങനെയെങ്കിലും
ഒന്നിച്ച് ജീവിക്കാമെന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത തെറ്റിന്റെ മറ്റുള്ളവരും കൂടി ഇത് എൻ്റെ മാതാപിതാക്കളും കണ്ടത് അനുഭവിക്കാം. അവർ ഇന്ന് നാളെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരാ. എനിക്ക് ഇനി ഈ രീതി കൂടെ കൊണ്ടുവച്ചിട്ട് എനിക്ക് എന്നെ വെട്ടിക്കൊല്ലുന്നതും അവരും അപ്പനും മോളും തമ്മിൽ കത്തിക്കുത്ത്. വീട്ടുകാരുടെ അഭിപ്രായം എന്താ? വീട്ടുകാരുടെ അഭിപ്രായം എന്റെ സഹോദരന് താല്പര്യമില്ല ഒന്നിച്ച് മോന്റെ കേസ് അങ്ങ് വിട്. മോനെ ഇത്രയും വളർത്തിയത് ഞാനാ ആണല്ലോ. 19 വയസ്സ് വരെ വളർത്തിയപ്പം നിനക്കിപ്പം അമൃതനെ വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞത് മോനുമായിട്ട് കത്തിക്കുത്ത് ഉണ്ടാക്കുന്ന വേസ്റ്റ് അങ്ങ് വിടും. ഈ സ്ത്രീ പറയുന്ന എല്ലാം സത്യമാണല്ലോ. എന്റെ ബന്ധുക്കൾ ഇരിപ്പുണ്ട്, അവര് പറയുന്നത് കറക്റ്റ് ആണല്ലോ നോക്കിയിട്ട് വരട്ടെ ചോദിക്കാം. എന്നിട്ട് ചോദിക്കാം.